ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ മുൻപിൽ നിന്ന് ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ആരോരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ക്രൂരതയുണ്ടായത്. 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഗോകുൽ ഇപ്പോൾ അവിടെയാണുള്ളത്. അവിടെ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സമാന സംഭവങ്ങൾ ഉണ്ടായതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം അവിടെ? സന്ധ്യ, ഈ കേസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കുട്ടിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായ കാര്യം പിന്നീട് വന്ന ആയയോട്, അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ആയയോട് കുട്ടി പറയുകയായിരുന്നു. തനിക്ക് ആക്രമണം നേരിട്ട വിവരം പറയുകയായിരുന്നു. പിന്നീട് കുട്ടി തന്നെ പറയുന്നുണ്ട് കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് വലിയ വേദനയുണ്ട്, കുളിപ്പിച്ചപ്പോൾ നീറ്റിൽ അനുഭവപ്പെട്ടതായിട്ടും കുട്ടി പറഞ്ഞു. അതേ തുടർന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി തന്നെ തൈക്കാട് ജനറൽ ആശുപത്രിയിൽ കുട്ടിയെ ആക്കുകയും പിന്നീട് അതിനുശേഷമാണ് പരിശോധനയിൽ കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് നുള്ളിയതുപോലെ നിരവധി പാടുകളുള്ളതായിട്ട് അറിയാനും സാധിച്ചു. അങ്ങനെയാണ് പിന്നീട് പരാതിയുമായി തന്നെ ജനറൽ സെക്രട്ടറി തന്നെ മുൻപോട്ട് പോകുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന 7 ജീവനക്കാരെയും ശിശുക്ഷേമ സമിതി പുറത്താക്കി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. 7 പേരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇതിൽ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മഹേശ്വരി, ഉമ, സുരഭി തുടങ്ങിയ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഇവരെയാണ് ഇനിയിപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിക്രൂരമാണ്. കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ഇത്തരത്തിൽ നുള്ളിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ 3 പേരെയും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. കാരണം ഇവർ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ്. അപ്പോൾ വീണ്ടും മുൻപും കുട്ടികൾക്ക് ഇതേ തരത്തിൽ തന്നെ ആക്രമണം നേരിട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയമാക്കും. ഒപ്പം ഇത്തരത്തിൽ മറ്റു കുട്ടികൾ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് വരികയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ശിശുക്ഷേമ സമിതിയുടെ ഈ പ്രദേശത്തൊക്കെ തന്നെ ധാരാളം CCTV-കളുണ്ട്, മുറികളിലും CCTV-കളുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത് ഇവിടെ തന്നെയാണ് അമ്മത്തൊട്ടിൽ അടക്കമുള്ള വിവിധ കാര്യങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന മാതാപിതാക്കളില്ലാത്ത, ആരോരുമില്ലാത്ത കുട്ടികളെയൊക്കെ നോക്കി പരിപാലിച്ച് പോരുന്ന ഒരു പ്രദേശം കൂടെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഈ പ്രധാന ഓഫീസ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറികളും വാർഡുകളും അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചു വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം തന്നെ സ്ഥിതി ഗുരുതരമാണ്. കാരണം ഒരു കുട്ടിക്കെങ്കിലും ആക്രമണം നേരിട്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും നേരിട്ടിരിക്കാനുള്ള സാധ്യത കൂടെ പോലീസും ശിശുക്ഷേമ സമിതിയും അന്വേഷിക്കുന്നുണ്ട്. ചെറിയ മുറിവാണ് കുട്ടിക്ക് ഉണ്ടായത് എന്ന് ശിശുക്ഷേമ സമിതി പറയുമ്പോഴും പോലീസ് FIR ഇട്ട് കേസെടുക്കണമെങ്കിൽ ആ മുറിവ് അതീവ ഗുരുതരമായിരിക്കണം, അല്ലെങ്കിൽ കുട്ടി അത്രത്തോളം തന്നെ ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടി അടക്കം പറഞ്ഞത് കുട്ടിക്ക് ഗുഹ്യഭാഗത്ത് അല്ലെങ്കിൽ ശരീരഭാഗത്തൊക്കെ തന്നെ നീറ്റിൽ അനുഭവപ്പെടുന്നുണ്ട് കുളിപ്പിച്ചപ്പോൾ എന്നുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട 7 പേരെയാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി പുറത്താക്കിയിട്ടുള്ളത്. അതിൽ 3 പേരാണ് അറസ്റ്റ് ആയിട്ടുള്ളത്. ഇനിയും ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർ പലരും താൽക്കാലിക ജീവനക്കാരാണ്. പല വർഷങ്ങളായി ഇവിടെ തുടരുന്ന താൽക്കാലിക ജീവനക്കാരാണ്. 5ഉം 6ഉം വർഷമായി തുടരുന്ന ജീവനക്കാരുണ്ട്. ഇവരിൽ നിന്നൊക്കെ കുട്ടികൾ ആക്രമണം നേരിട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിന്റെ പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി ഉള്ളത്. എന്തായാലും വളരെ ശക്തമായ നടപടികൾ ശിശുക്ഷേമ സമിതി എടുത്തിരിക്കുന്നു. 7 പേരെ പുറത്താക്കിയിരിക്കുന്നു. 3 പേർക്കെതിരായ നടപടി പോലീസും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ മൊഴിയെടുത്ത ശേഷം, ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വ്യക്തതയോടെ ആരാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്തത്, മറ്റുള്ളവർ അത് മറച്ചുവെക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു.